الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളേറെ സന്തോഷത്തോടുകൂടിയും അങ്ങേയറ്റം ആത്മീയപരമായ അനുഭൂതിയോടുകൂടിയുമാണ് ഓരോ ദിവസവും ഈ ഇഫ്താറിൽ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളേറെ സന്തോഷത്തോടുകൂടി ഇവിടെ ഒരുമിച്ചിരിക്കുമ്പോഴും നമുക്കറിയാം, ഇന്നലെ മുതൽ ലോകം മുഴുവൻ നിശ്ചലമാകുന്ന തലത്തിൽ ഒരു യുദ്ധഭീതിയിലേക്ക് ലോകം മുഴുവൻ മാറിയിരിക്കുകയാണ്. സാധാരണ നടക്കുന്ന യുദ്ധങ്ങളെ പോലെ അല്ല ലോകം ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ഭീതി നിറഞ്ഞതും അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല എന്നുമാണ് നമ്മൾ ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ ശക്തമായ പോരാട്ടത്തിൽ ഇറാനിലെ പരമോന്നത ആത്മീയ നേതാവ് കൂടിയായ ആയത്തുള്ള അലി ഖംനാഇ അല്ലാഹുവിലേക്ക് ഷഹാദത്ത് വരിച്ചിരിക്കുകയാണ്. 1989 മുതൽ ഏകദേശം 36 വർഷത്തോളമായി ഇറാനിനെ പിടിച്ചു നിർത്തുകയും ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്ത, അവിടെയുള്ള ജനങ്ങൾക്കേറെ പ്രതീക്ഷ നൽകിയ ഒരു നേതാവ് കൂടിയാണ് അല്ലാഹുവിലേക്ക് ഷഹാദത്ത് വരിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം അത്ര നിസ്സാരമല്ല. പ്രത്യേകിച്ചും കേരളത്തിലുള്ള മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എക്കണോമിയെ പിടിച്ചു നിർത്തുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഫണ്ട്, ഇപ്പൊ നിങ്ങളുടെ തന്നെ ഒരുപക്ഷെ രക്ഷിതാക്കളുടെ വിവരങ്ങൾ ചോദിച്ചാൽ പല ആളുകളുടെയും രക്ഷിതാക്കൾ ഗൾഫിലായിരിക്കും ജോലി ചെയ്യുന്നത്. ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ GCC രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട അറബ് യുദ്ധങ്ങൾ നടന്നതുപോലെയല്ല. മറിച്ച് ഒരേ സമയത്ത് എല്ലാ രാജ്യങ്ങളെയും, GCCയിലുള്ള UAEയെയും ഖത്തറിനെയും ബഹ്റൈനെയും കുവൈറ്റിനെയും അവസാനം ഇന്ന് ഒമാനിനെയും ഉൾപ്പെടെ ഒരേ സമയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു തലത്തിലേക്ക് ഇതിന്റെ വ്യാപകമായ പ്രതിഫലനം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഏറെ സങ്കടത്തോടു കൂടിയാണെങ്കിൽ പോലും നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാവും. പക്ഷെ നമ്മൾ ഇവിടെ തളരാൻ പാടില്ല. ഇതിലും വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞുപോയവരാണ് നമ്മളെല്ലാം. ഞാൻ മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ് കിട്ടിയ വിവരമനുസരിച്ച് ഇപ്പോൾ അവസാന മണിക്കൂറിൽ ഇറാൻ ഇസ്രായേലിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി ഏകദേശം 23 പേർ കൊല്ലപ്പെട്ടു എന്നാണ് കിട്ടിയ വിവരം. ഇനി അങ്ങോട്ടുള്ള പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതായിരിക്കില്ല. ടെൽ അവീവിന്റെ ഭൂമിയിൽ മിസൈലുകൾ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള സ്ട്രാറ്റജികൾ എങ്ങനെയായിരിക്കുമെന്ന് പോലും ലോകം അത്ഭുതത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോംപ്രമൈസിന് പോലും സാധ്യമാണോ എന്നുള്ളത് പോലും ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു കാര്യം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്താണ് ഈ സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ടത്. വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لفسدت الارض. ഈ ഭൂമിയിൽ മനുഷ്യർ എന്ന് പറയുന്നത് ലോകത്തിന്റെ വ്യത്യസ്തമായ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഏത് മനുഷ്യരും അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും എന്തും എവിടെയും എങ്ങനെയും എപ്പോഴും ചെയ്യാം എന്ന ഒരു മനോഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
ഒരു വല്ലാത്ത അപകടകരമായ അവസ്ഥ വരും. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, ഒരേ ഭാഗം ആളുകൾ അവർ അക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ തയ്യാറായിട്ടില്ല എങ്കിൽ ലോകം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കും. അതിനെ വീണ്ടും വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മറ്റൊരായത്തിൽ, പള്ളികൾ തകർക്കപ്പെടും, അതുപോലെ തന്നെ ചർച്ചുകൾ തകർക്കപ്പെടും, മറ്റു ആരാധനാലയങ്ങൾ തകർക്കപ്പെടും, മതസൗഹാർദ്ദത്തിന്റെ എല്ലാ അവസ്ഥകളും നഷ്ടപ്പെടും, മനുഷ്യത്വത്തിന്റെ ഒരു ഭൂമിക പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഈ ലോകം നശിച്ചു പോകും. അതുകൊണ്ട് ഇതിനെ പ്രതിരോധിച്ചു നിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഈമാനികമായ ബാധ്യതയാണ്. ഇവിടെ നീതിയുടെ പക്ഷത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംതൃപ്തമായ സമാധാനപൂർണമായ ഒരു സമൂഹത്തിന്റെ ഉപമ നമ്മളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഒരു കപ്പലിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉപമ നടത്തുന്നത്. ഒരു കപ്പലിലൂടെ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ കപ്പലിൽ രണ്ട് തട്ടിലായി യാത്രക്കാരുണ്ട്. അതിന്റെ അവസാനത്തെ തട്ടിൽ, താഴത്തെ തട്ടിലുള്ള ആളുകൾ വിചാരിച്ചു മുകളിൽ കുടിക്കാനുള്ള വെള്ളമുണ്ട്. എന്തിനാണ് ഇടയ്ക്കിടക്ക് കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി മുകളിലേക്ക് പോകുന്നത്? ഒരു തുളയിട്ട് കഴിഞ്ഞാൽ താഴെ നിന്ന് തന്നെ വെള്ളം കിട്ടുമല്ലോ, ഞങ്ങളുടെ ആവശ്യത്തിന് വെള്ളം കിട്ടുമെന്നിരിക്കെ എന്തിനാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അവരിൽ ചില ആളുകൾ ഓട്ട തുറക്കുന്നു. ആ കപ്പലിനുണ്ടാകുന്ന അപകടം എത്രയായിരിക്കും? അതിനേക്കാൾ വലിയ അപകടം അത് കണ്ടു നിൽക്കുന്നവർ, മുകളിലുള്ള തട്ടിലുള്ള ആളുകൾ അതിനെ കണ്ടു നിൽക്കുകയാണ് എങ്കിൽ ഉണ്ടാക്കുന്ന അപകടം ആ കപ്പൽ മുഴുവൻ തകർന്നു പോകുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മളുടെ ഈമാനികപരമായ ഒരു വളർച്ചയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആത്മീയപരമായി അടുക്കാനും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. നിങ്ങൾ ഒരു വിഭാഗം ആളുകൾ യുദ്ധവുമായി കടന്നു വന്ന് ഈ ലോകത്തിന് മുമ്പിൽ ഭീതി വളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുത്, നിങ്ങൾ ഒരിക്കലും പേടിച്ചു പോകരുത്. എന്ന് നിങ്ങൾ പേടിക്കണമെന്നും ഭയപ്പെടണമെന്നും ലോകത്തുള്ള പല ആളുകളും പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിൽ മാത്രമാണ് നമുക്ക് ബലമേൽപ്പിക്കാനുള്ളത്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഈ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉയർന്ന ആത്മീയപരമായ ഒരു ബോധ്യത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. നമ്മളിവിടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ നമ്മളുടെ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ ഇന്ത്യയിലെ സഹോദര, അല്ലെങ്കിൽ മൊറോക്കയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളവന് ഇറാനിൽ ഇന്ന് എത്ര ആളുകൾ മരണപ്പെട്ടു എന്ന് പോലും, ഷഹാദത്ത് വരിച്ചു എന്നതും പോലും അതിന്റെ കണക്കുകൾ പൂർണ്ണമായും വരണമെങ്കിൽ ഒരുപക്ഷെ ഒരു മാസത്തിന്റെ അടുത്ത് വരും. അതിന്റെ വിവരങ്ങൾ പോലും കിട്ടണമെങ്കിൽ എത്ര തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടെക്നോളജി വർദ്ധിച്ചു കഴിഞ്ഞാലും അതിനെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിനെ മുഴുവൻ നിയന്ത്രിച്ച് ഈ വിവരങ്ങൾ പോലും പുറത്തു വരാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ അവരോട് ഐക്യദാർഢ്യപ്പെടണം. ഞാൻ നിന്നിൽ നിന്നുള്ളതാണ്, നീ എന്നിൽ നിന്നുള്ളതാണ് എന്നല്ല, നമ്മളെല്ലാം ഒന്നാണ്. കാരണം നമ്മൾ നമ്മളുടെ കുടുംബത്തെ കുറിച്ചോ നമ്മുടെ ജാതിയെ കുറിച്ചോ നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ചോ നമ്മളുടെ അതിർവരമ്പുകളെ കുറിച്ചോ ചോദിക്കരുത്. കാരണം നമുക്കൊരു കുടുംബമേ ഉള്ളൂ. ഇന്നഹുൽ ഇസ്ലാമ ഉമ്മി വ അബീ. എന്റെ ഉമ്മയും എന്റെ ഉപ്പയും എന്റെ പിതാവും എന്റെ ഉമ്മയും എന്റെ മാതാവും ഒന്നേ ഉള്ളൂ, അത് ഇസ്ലാമാണ് എന്ന രീതിയിൽ എന്ന അഭിമാനത്തോടുകൂടി ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പിൽ അഭിമാനബോധത്തോടു കൂടി തന്നെ എത്ര തന്നെ പകർച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാലും, ഈ തലത്തിലുള്ള സാമ്പത്തികമായ ഞെരുക്കം വന്നു കഴിഞ്ഞാലും, ഒരുപക്ഷെ പട്ടിണി അനുഭവിക്കേണ്ടി വന്നാലും അഭിമാനത്തോടുകൂടി പ്രിയമുള്ളവരെ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഷഹാദത്ത് വരിച്ച ആയത്തുള്ള അലി ഖാനൈ അദ്ദേഹത്തിന്റെ
ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഒരിക്കൽ വന്നിട്ട് പറയുന്നു, എനിക്കും ഇറാനിന് വേണ്ടി ഈ ഇസ്ലാമിന് വേണ്ടി ഷഹാദത്ത് വരിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു വട്ടം പോയി. കുട്ടി വലിയ താല്പര്യത്തിലാണ് പറഞ്ഞത്. പ്രത്യേകമായി അദ്ദേഹം ആ കുട്ടിയെ വിളിച്ചു വരുത്തി തൊട്ടടുത്തിരുത്തി പറഞ്ഞു, പ്രിയമുള്ളവനെ, നീ അത് ആഗ്രഹിക്കരുത്. നീ ഇപ്പോൾ അത് ആഗ്രഹിക്കരുത്. മറിച്ച് നീ നന്നായി പഠിക്കണം, നീ നന്നായി ഉയർന്നു വരണം, നീ ധാർമ്മികതയെ കുറിച്ചും നീതിയെ കുറിച്ചുമുള്ള ബോധത്തോടുകൂടി വളർന്നു വരണം എന്നല്ല നീ ആഗ്രഹിക്കേണ്ടത്. 90 മുകളിലും വയസ്സ് പ്രായത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം പോകേണ്ടത്. കാരണം ഒരു സുപ്രഭാതത്തിൽ ചെറിയ പ്രായത്തിൽ ഷഹാദത്ത് വരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ സത്യത്തിന് വേണ്ടി ദീർഘകാലം നിലനിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവിടുത്തെ പഠനങ്ങളൊക്കെ പൂർത്തീകരിച്ച് ബാംഗ്ലൂരിന്റെ മണ്ണിൽ നിന്ന് ഒരിക്കൽ വിട പറഞ്ഞിട്ട് വ്യത്യസ്തമായ മേഖലയിലേക്ക് കടന്നു പോകും. ഇതിൽ നിന്ന് കച്ചവടക്കാരുണ്ടാവും, എഞ്ചിനീയർമാരുണ്ടാവും, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുണ്ടാവും, ഒരുപക്ഷെ കമ്പനികളുടെ സിഇഒമാർ പോലും ഉണ്ടാവും. പ്രിയമുള്ളവരെ, എന്തെങ്കിലും നിങ്ങൾ ആ ഉയർച്ചയിലേക്ക് എത്തുമ്പോ എന്റെ ഈ വിനീതന്റെ വാക്ക് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവണം. നിങ്ങൾ അല്ലാഹുവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉയർന്നു പോകണം. ഒരു സമയത്ത് പോലും ഒരു കോംപ്രമൈസിന് പോലും നിങ്ങൾ നിൽക്കരുത്. ഒരു തകർച്ചക്ക് പോലും മുമ്പിൽ ഒരിക്കലും പടച്ചു പോകരുത്. കാരണം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആത്മീയപരമായ ഒരു അനുഭൂതി എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ തവക്കുൽ ചെയ്തുകൊണ്ടുള്ളതാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഈ ലോകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ അല്ലാഹുമ്മ റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവേ, നിർഭയത്വമുള്ള ഒരു നാടാക്കി മാറ്റണമേ. ആ നിർഭയത്വമുള്ള ഒരവസ്ഥയെ എങ്ങനെയാണോ കൊണ്ടുവരേണ്ടത് എന്ന് അല്ലാഹുവിന് കൃത്യമായിട്ടറിയാം. അതിനെ സത്യമായി, നീതിയായി, സാഹോദര്യത്തിന്റെ രൂപത്തിലായി കടന്നു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള തൗഫീഖ് നൽകി ഈ ഭൂമിയെ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ. ധാരാളം ആളുകൾ നമ്മൾ വിചാരിക്കുന്നത് അപ്പുറമുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റുകൾ പൂർണ്ണമായി നിലച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു വിഭാഗം രാജ്യങ്ങളിലേക്ക് പോകാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എക്കണോമി മുഴുവൻ തകർന്നടിയാൻ പോവുകയാണ്. സ്വർണത്തിന്റെ വില കൂടി, ഇനി പെട്രോളിന്റെ വില കൂടും. അത് മാർക്കറ്റിന്റെ അവസ്ഥയെ മുഴുവൻ അസന്തുലിതമാക്കും. പ്രിയമുള്ളവരെ, ഈ രീതിയിലുള്ള ഒരു സാമ്പത്തികമായ ഞെരുക്കം വരുമ്പോ അതിലൊരിക്കലും പ്രയാസപ്പെടാതെ, ബുദ്ധിമുട്ടാവാതെ മുന്നോട്ട് പോകാനും അതിനെ അതിജീവിക്കാനുമുള്ള തൗഫീഖും ഇസ്സത്തും അഭിമാനവും നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മേഖലയിൽ നമ്മളുടെ സഹോദരങ്ങൾ ഷഹാദത്ത് വരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ ഷഹാദത്ത് അല്ലാഹു എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കുമാറാകട്ടെ. അതിനുമപ്പുറം ആ മാർഗത്തിൽ ഇനിയും ആളുകൾ കടന്നു വരുമ്പോ, ഇനിയും ആളുകൾ മുന്നോട്ട് വരുമ്പോ അവർക്ക് ആത്മീയപരമായ അനുഭൂതിയോടുകൂടി, ധൈര്യത്തോടുകൂടി, സ്ഥൈര്യത്തോടുകൂടി, കൃത്യമായ സ്ട്രാറ്റജികളോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أيد المسلمين، اللهم أيد المجاهدين. اللهم رب اجعل هذا البلد آمنا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم.